ഗൈസ്, നമസ്കാരമുണ്ട്. ഇപ്പോൾ വരുന്ന വഴിയിൽ ഹൈദരാബാദിലുള്ളവരാണ് രണ്ടുപേര്. അഖിലും യുഗന്ധറുമാണ്. അപ്പം എന്നെ കണ്ടു നിർത്തി എന്നോട് സംസാരിച്ചു, എന്താണ് ബ്രോ പോകുന്നത്, ഇങ്ങനെ പോകുന്നത് എന്താണ്, ഒറ്റയ്ക്ക് പോകുന്നത് എന്താണ്. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അവരോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞാൻ ഇൻസ്പയർ ആയെന്നാണ് അവർ പറയുന്നത്. അല്ല ബ്രോ? അപ്പോൾ ഓക്കെ, എനിക്ക് സന്തോഷം, വളരെ സന്തോഷം. ഐ എം ഹാപ്പി അവരത് പറഞ്ഞതിൽ. അപ്പോൾ എന്താ പറയുക, അഖിലിനും യുഗന്ധർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെന്നെ ഹെൽപ്പ് ചെയ്ത്. ഹായ്, ഒരു ഹായ് പറയും. ഹായ്. ഹലോ ഗായ്സ്, നമസ്കാരം. ഇപ്പോൾ ഒരു 12:21 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ധാബയുണ്ട്. ധാബ എന്ന് പറയുമ്പോൾ ഹോട്ടൽ സെറ്റപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കണു. വരുന്ന വഴിയിൽ ഇപ്പോൾ എന്താ പറയുക, കുറച്ച് ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് പോണു. പിന്നെ ഞാൻ പറയാൻ വരാൻ കാരണമല്ല, കണ്ടോ, ഇതാണ് തെലുങ്കാനയിലെ ചോളപ്പാടങ്ങൾ. ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന ചോളപ്പാടങ്ങളാണ് ഗൈസ്. കണ്ടോ, കാണുന്നില്ലേ? ചോളപ്പാടാണ്. ഏക്കർ കണക്കിന് ചോളാണ്. ഇതൊന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാൻ തോന്നി. NH സൈഡിൽ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഉള്ളേരിയയിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം നമ്മൾ നടന്ന് എന്തായാലും ഇന്നത്തെ ഡെസ്റ്റിനേഷൻ റീച്ച് ആവണം ഗൈസ്. അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിലേക്കൊന്നും പോയിട്ട് എടുക്കായിരുന്നു. കണ്ടോ, കാണുന്നില്ലേ? ഹായ് ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഇപ്പോൾ ഇവിടെ ഒരു ഭാരത് പമ്പ്, ആ പമ്പിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് അവർ ഡ്രൈവേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള റൂമാണ് ഭാരത് പമ്പിലേക്ക്. മറ്റേ വലിയ വണ്ടികളൊക്കെ ഇതൊക്കെ ഉണ്ടോ, ഒരു വണ്ടി ഇങ്ങനെയൊക്കെ വരുന്ന ലോറി ഡ്രൈവേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള മുറികളാണിത്, അങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഓൾറെഡി ഒരു 48 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. 48 ഒരു 43 കിലോമീറ്റർ കവർ ചെയ്തിരുന്നു. പിന്നെ ഒരു 5 കിലോമീറ്റർ ഫോറസ്റ്റ് ഏരിയ ആയി. അപ്പോൾ നൈറ്റ് ഏരിയ ആയി. അപ്പോൾ എന്നോട് കുറച്ച് ഇവിടുത്തെ പിള്ളേർ ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ബ്രോ കയറിക്കും, ഞങ്ങൾ അവിടം വരെ ആക്കി തരാമെന്ന് പറഞ്ഞു, പമ്പിൻ്റെ അവിടം വരെ. അങ്ങനെ ഭാരത് പമ്പിൻ്റെ അവിടേക്ക് എത്തി. അവിടെ ചോദിച്ചപ്പോൾ അവർ റെസ്റ്റ് എടുത്തോ, ഇവിടെ റെസ്റ്റ് ചെയ്താന്ന് പറഞ്ഞു. ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്, കണ്ടോ, ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഹോട്ടലുണ്ട്. ഈ ഡ്രൈവേഴ്സിനൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലുണ്ട്. ലൈറ്റ് കത്തണ കണ്ടോ, അവിടെയാണ് ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കും കുറച്ച് കഴിയുമ്പോൾ. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് കാലത്ത് മോർണിംഗ് എനിക്ക് ഇവിടെ കുളിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു. ഫ്രഷൊക്കെ ആയി ഗൈസ്. അതിൻ്റെ ആ കാണുന്ന ഏരിയയിൽ ബാത്റൂം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഫ്രഷായി ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നാളെ കാലത്ത് ഇതുപോലെ എന്നിട്ട് വീണ്ടും അഗൈൻ വാക്കിംഗ്. അപ്പോൾ സീ ഗൈസ്, ഗുഡ് നൈറ്റ്, ഹാവ് എ ഗുഡ് സ്ലീപ്പ്, ബൈ.